പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ഐഫോൺ യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ സ്റ്റോറേജ് പ്രോബ്ലം. ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള പോപ്പപ്പ് മെസ്സേജ് വരാറുണ്ട്. ഇനി വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മെസ്സേജസും കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ പോയി ജനറൽ എന്ന ഓപ്ഷനിൽ ഐഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബാർ ലൈൻ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. എൻ്റെതിൽ ആപ്സ് ആണ് കൂടുതൽ സ്റ്റോറേജ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ആണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ വരും. എൻ്റെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആപ്പ് സ്റ്റോറിൽ പോയി വീണ്ടും യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യുക. യൂട്യൂബ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ബാക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ വന്ന് ഐഫോൺ സ്റ്റോറേജിൽ വരിക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും യൂട്യൂബ് 266 MB മാറിയിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ സൈസ് എത്രയായിരുന്നു എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായി വീണ്ടും സെറ്റിംഗ്സിൽ വന്ന് സഫാരി ഓപ്പൺ ചെയ്യാം. അവിടെ വെബ്സൈറ്റ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും. അതും ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ റിമൂവ് ഓൾ വെബ്സൈറ്റ് ഡാറ്റാസ് എന്ന് കാണും. അതും കൂടി റിമൂവ് ചെയ്യാം. ഇവിടെ വെബ്സൈറ്റ് ഡാറ്റ 0 ആയിരിക്കുന്നത് കാണാം. അതേപോലെ സെർച്ച് ഹിസ്റ്ററിയും കൂടി ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഹിസ്റ്ററി കൂടി ക്ലിയർ ആയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.